നമ്മൾ ഈ അടുത്ത ഇട തന്നെ ഇന്ന് പറയാൻ പോകുന്ന പ്രോഡക്റ്റ് പോലെയുള്ള മറ്റൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേ പ്രോഡക്റ്റ് അല്ല, പക്ഷേ വ്യത്യസ്തതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് പറയുന്നത്. ആ പ്രോഡക്റ്റ് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, നിരന്തരം ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് എന്താണ്, എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഏത് അനുപാതത്തിലാണ് എടുക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ പ്രോസസ്സിങ്, ഇതെല്ലാം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പാത്രം കഴുകണമെങ്കിൽ, തറ തുടയ്ക്കണമെങ്കിൽ, അത്യാവശ്യം മറ്റുള്ള ക്ലീനിങ്ങുകൾ, ജനൽ, ഗ്ലാസ് ഒക്കെ തുടയ്ക്കണമെങ്കിൽ അതിനുവേണ്ടി പറ്റുന്ന ഒരു നല്ല ഫോർമുലയാണ് ഇന്നിവിടെ പറയുന്നത്. ആദ്യം ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റായിട്ട് തന്നെ ഇതിറക്കാൻ പറ്റും. ഇതിനകത്ത് എന്താണ് ഇനി വേണ്ടത് എന്ന് നോക്കാം. കാസ്റ്റിക് സോഡ ചേർത്ത ബാർ സോപ്പ് വേണം 1 കിലോ. പിന്നെ വേണ്ടത് ആക്മി അമോണിയ വേണം 10 ഗ്രാം. പിന്നെ വേണ്ടത് വെള്ളമാണ്. 9 കിലോഗ്രാം വെള്ളം വേണം, ഇല്ലെങ്കിൽ 9 ലിറ്റർ വെള്ളം വേണം. പിന്നെ വേണ്ടത് ടിഞ്ചർ കാംഫർ ആണ്, 20 ഗ്രാം വേണം. യൂറിയ വേണം 10 ഗ്രാം. ഇതെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ കിട്ടും, ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ വരുത്തി തരും. ഇനി ഈ നമ്മൾ വാങ്ങിച്ച ബാർ സോപ്പ് അതിനെ നേർമയായിട്ട്, വളരെ നേർത്തായിട്ട് അരിഞ്ഞ് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് നന്നായിട്ട് യോജിപ്പിക്കണം. ഈ യോജിപ്പിച്ച ഈ ലിക്വിഡിലേക്ക് നമ്മുടെ ആക്മി അമോണിയയും ടിഞ്ചർ കാംഫറും യൂറിയയും ചേർത്ത് യോജിപ്പിച്ച് നമുക്ക് കുപ്പികളിൽ നിറച്ചാൽ മാത്രം മതിയാകും. നമ്മളുടെ ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമ്മളുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് മാർക്കറ്റിൽ ഇറക്കുക. ഇതിൻ്റെ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ കിട്ടുന്ന സ്ഥലം അവർ പറഞ്ഞു തരും. അവിടെ നിന്ന് നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. സ്റ്റിക്കറുകൾ അടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.